ഇന്നത്തെ ഒരു വാർത്തയിലേക്ക് തൃശ്ശൂരിലും ഇപ്പോൾ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വരികയാണ്. വടക്കാഞ്ചേരി മംഗലത്താണ് 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവർ ചികിത്സയിലാണ്. MS ലിഷോയ് ചെയ്യുന്നുണ്ട്. ലിഷോയ്, പൊതുജനാരോഗ്യ രംഗത്തെ ഒരു വെല്ലുവിളിയായി വന്നിരിക്കുന്ന ഒരു അസുഖമാണല്ലോ ഷിഗല്ല അണുബാധ. എന്താണ് ഈ ഷിഗല്ല അണുബാധ, എങ്ങനെ തിരിച്ചറിയാം, പ്രതിരോധിക്കാം, അതാണ് ഇന്നത്തെ വിഷയം. ഷിഗല്ല എന്താണ്? ഇത് കുടലിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. നമുക്കറിയാം, ബാക്ടീരിയകളുണ്ട്, വൈറസുകളുണ്ട്, അങ്ങനെ പല സൂക്ഷ്മജീവികളുണ്ട്. ഇതൊരു ബാക്ടീരിയൽ അസുഖമാണ്. മലിനമായ ഭക്ഷണം, വെള്ളം, ശുദ്ധമല്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഈ കാണുന്നതാണ് ഷിഗല്ലയുടെ ഒരു വലിയ മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. ഷിഗല്ല എന്ന കുടുംബത്തിൽ 4 തരം ബാക്ടീരിയകളുണ്ട്. ഇത് പല പേരിൽ അറിയപ്പെടും. ഷിഗല്ല സോണി, ഷിഗല്ല ഡിസെൻട്രി, ഷിഗല്ല ബോയിഡി, ഷിഗല്ല ഫ്ലെക്സിനറി. ഇതെല്ലാം ഒരേ കുടുംബത്തിലെ എന്നാൽ വിവിധങ്ങളായിട്ടുള്ള ബാക്ടീരിയകളാണ്. ഇതെങ്ങനെയാണ് പകരുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മലം കൈകളിലൂടെ ഭക്ഷണം വഴി വെള്ളത്തിൽ കൂടെ മനുഷ്യരിലേക്ക് എത്തുന്നു. അതിനാണ് ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ നമുക്ക് കാണാം, ഇത് മലിനമായ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ ഇത് വയറിലെത്തുകയും ഇത് കുടലിലാണ്, വൻകുടൽ പ്രത്യേകിച്ച് ഇതിൻ്റെ രോഗാണുബാധയുണ്ടായി അസുഖങ്ങൾ വരുത്തുന്നത്. സാധാരണ നമുക്കൊരു ചോദ്യം വരാം, ഈ വൈറൽ അസുഖങ്ങളിലും ഭക്ഷ്യവിഷബാധയിലും വയറിളക്കവും ഛർദി ഉണ്ടാകാറുണ്ട്. ഇതും ഷിഗല്ലയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? സാധാരണ വൈറൽ അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധകളിൽ ശക്തിയായ പനി കാണാറില്ല. വയറുവേദനയാണെങ്കിലും വളരെ മൈൽഡായിട്ടുള്ള രീതിയിൽ ആയിരിക്കും. എന്നാൽ ഷിഗല്ലോസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തം കലർന്ന മലം പോവുക, അതായത് രക്തത്തിൽ ചോരയുടെ അംശം കാണുക, അതോടൊപ്പം തന്നെ മ്യൂക്കസ് ഉണ്ടാകുക. ശക്തിയായ വയറുവേദനയും ചിലപ്പോൾ പനിയും കാണാം. ഇതോടൊപ്പം തന്നെ ഒന്ന് വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകണം എന്ന് തോന്നാം. ഇതിന് നമ്മൾ ടെനിസ്മസ് എന്ന് പറയും. ഇപ്പം മൂത്രത്തിൽ പഴുപ്പ് വന്നിരിക്കുന്നവർക്കറിയാം, അവർക്ക് ഒരിക്കലും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒഴിക്കണമെന്ന് തോന്നും. ഇതൊരു ഇൻകംപ്ലീറ്റ് ഇവാക്യുവേഷൻ, പോയത് പോരാ. ഇതിൻ്റെ പ്രധാന കാരണം ഇത് വൻകുടലിനെ ബാധിക്കുമ്പോൾ ഇത് നമ്മുടെ മലാശയത്തെയും അതിനോടനുബന്ധിച്ച ഭാഗത്തെയുമാണ് ബാധിക്കുന്നത്. അതിനാലാണ് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാന ലക്ഷണങ്ങൾ പനി, വയറുവേദന, രക്തം കലർന്ന വയറിളക്കം, പിന്നെ ടെനിസ്മസ്. ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? രക്തം കലർന്ന മലം ഉണ്ടെങ്കിൽ അത് ഡിസെൻട്രി എന്നാണ് പറയുക. തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. പിന്നെ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് വരിക, മൂത്രം കുറയുക, കണ്ണ് കുഴിഞ്ഞു പോയതുപോലെ തോന്നുക, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിർജ്ജലീകരണം ഉണ്ടായി എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആശുപത്രിയിൽ പോകണം. നിർജ്ജലീകരണം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാനീയ ചികിത്സയാണ്. ORS ഉപയോഗിക്കുക. മുതിർന്ന ഒരാളാണെങ്കിൽ ഓരോ പ്രാവശ്യം വയറ്റിൽ നിർത്തി കഴിയുമ്പോൾ ഒരു 200 ml ORS ലാങ്ങി. ഇനി അതിന് സൗകര്യമില്ലെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഉപയോഗിക്കാം. കരിക്കും വെള്ളം മുതലായവയും ചെയ്യാവുന്നതാണ്. ഈ ഷിഗല്ലോസിസിനെ എങ്ങനെ പ്രതിരോധിക്കാം? കൈ കഴുകുക, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, ശൗചാലയം മാത്രം ഉപയോഗിക്കുക. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കൊക്കെയാണ് ഈ രോഗം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും കുട്ടികൾ, പ്രായമായവർ, ഇമ്മ്യൂണോ സപ്രസ്ഡ്, അതായത് ഡയബറ്റീസ്, ക്യാൻസർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനു വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ രോഗം മൂർച്ഛിക്കും. ഇനി എല്ലാവരും ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കണം. ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുക. അപ്പം പ്രധാനപ്പെട്ട വിഷയം അറിഞ്ഞിരിക്കേണ്ടത്, രക്തം കലർന്ന വയറിളക്കം ഷിഗല്ല ആണോ എന്ന് സംശയിക്കുക.
തീർച്ചയായും ആശുപത്രി പോവുക. എല്ലാ വയറിളക്കവും ഷിഗല്ലയല്ല.